എന്തായാലും ദൈവകൃപയാൽ ചിക്കു കുറേ കിട്ടി. ഞാൻ പറിച്ച ചിക്കു അവിടെ ഇരിക്കുന്നതാണ് ഉക്രിയായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിലുണ്ടായിരുന്നു. ചേട്ടായിനെ കൊണ്ട് പറപ്പിച്ച് വന്നപ്പം വേണ്ട ഒരു സാധനത്തിനെ വേറെ കിട്ടി. ഇത് വീട്ടിന് മുകളിൽ നോക്കുമ്പോൾ ഇവനെ അവിടെ കാണും, താഴെ നോക്കുമ്പോൾ കാണത്തില്ല. ചേട്ടായി പറഞ്ഞു ഇല്ല, മുന്തിരിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ക്യാൻസറിനുള്ള മുന്തിരിയാണെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ, ആത്തക്കയല്ലേ, ക്യാൻസർ മുന്തിരിയല്ലാന്ന് തോന്നുന്നു, ഇത് ആത്തക്കയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും സംഗതി കിട്ടി, എൻ്റെ ആദ്യ ഫലം കിട്ടി. വിളഞ്ഞതാണ്, നോക്കി. ഒരാഴ്ചയ്ക്ക് അത് പഴുക്കും. എന്തായാലും ഞാൻ കഴിച്ചിരിക്കും. ഈ ചൂടിനെ അകറ്റാൻ ഇതെല്ലാം മതി എനിക്ക്. ദൈവം എനിക്ക് ഏതും തോട്ടത്തിൽ തന്ന പോലെ എൻ്റെ തോട്ടത്തിൽ ഇതെല്ലാം ദൈവം തന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് ശരിക്കും ഇതാണ് ഇതിൻ്റെ സൈസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മണ്ടയിലാണ് നിൽക്കുന്നത്. 10-25 അടി പൊക്കത്തില്ല. ഞാൻ എങ്ങനെ കയറി പറിക്കും? അങ്ങനെയുള്ള മക്കളോ ചേട്ടായിമാരോ ഉണ്ടെങ്കിൽ പറിച്ചു തരും. എന്തായാലും കൊള്ളാം. ഇത് പറിക്കാൻ തന്നെ അങ്ങനെ 600 രൂപ കൊടുക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ വാല്യുള്ള സാധനം ഞാൻ കഴിക്കും. കാര്യം ഇതിനകത്ത് ക്യാൻസറില്ല. ഇത് വളരെ ക്ലിയറായിട്ടുള്ള വളം വെച്ചോളാം. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഡൈജസ്റ്റ് ഓഫ് കെയർ 300 രൂപ 400 രൂപ പറഞ്ഞാൽ അത് അതിന് കിട്ടുന്നതല്ല. ഇത് ശരിക്കും $2000 കൊടുത്താൽ ഞാൻ തരത്തില്ല കേട്ടോ. ഇത് മൊത്തം ഞാൻ തന്നെ തിന്നും. നോക്കും, നാളെ മുതൽ ഒരാഴ്ചക്കകത്ത് കാണത്തില്ല. കുരു എല്ലായിടത്തും ഞാൻ പിന്നെ അവിടെ ഇട്ടും വെച്ച് അത് തയ്യാക്കി ആർക്കെങ്കിലും കൊടുക്കും. അത്ര എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഫലം നോക്കി ആരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്.